ഹായ് ഫ്രണ്ട്സ്, ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ സമഗുണിത ശ്രേണിയിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 62,500, 12,500, 2,500 എന്ന സമഗുണിത ശ്രേണിയുടെ പൊതുഗുണിതം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സമഗുണിത ശ്രേണിയാണ്. പൊതുഗുണിതം കാണാനായിട്ട് നമുക്കറിയാം ഫോർമുല എന്താണ്? R = A2 by A1. A2 divided by A1 വേണം ചെയ്യാനായിട്ട്. തിരിഞ്ഞു പോകരുത്. A1 ഡിവൈഡ് ബൈ A2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മാറും കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. A2 ഡിവൈഡ് ബൈ A1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോർമുല എഴുതാം. R = A2 by A1. ഇവിടെ A1 എന്ന് പറയുന്ന സമഗുണിത ശ്രേണിയിൽ ആദ്യം കിടക്കുന്ന ടേം ആണ് A1. രണ്ടാമത് കിടക്കുന്ന ടേം ആണ് A2. മൂന്നാമത് കിടക്കുന്നത് A3, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് A2 by A1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ A2 എന്ന് പറയുമ്പോൾ 12,500 ഡിവൈഡഡ് ബൈ ഏതാണ്? 62,500. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ നമുക്ക് സീറോസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറിയ നമ്പർ ആയിട്ട് കിട്ടും. 125 by 625. നിങ്ങൾക്ക് അറിയാലോ 625നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് കിട്ടുക? 5 അല്ലേ? കാരണം 125 × 5 ആണ് 625 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് തിരിച്ചല്ലേ തന്നിരിക്കുന്നത്? 125 മുകളിലും 625 താഴെയും അല്ലേ? അപ്പൊ നിങ്ങൾ 5 എന്ന് എഴുതരുത്. അതെന്തായിട്ട് എഴുതണം? 1/5 എന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ, ചെറിയ നമ്പർ മുകളിലും വലിയ നമ്പർ താഴെയുമാണ്. അപ്പോൾ എഴുതുമ്പോൾ എന്തായിരിക്കും? 1/8 വേണം എഴുതാനായിട്ട്. സോ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി 1/5 ആണ് ഇവിടെ ഉത്തരവായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.